അങ്ങനെ നമ്മൾ തുടങ്ങുന്നു. ലാഭവും നഷ്ടവും, പ്രോഫിറ്റ് ആൻഡ് ലോസ്. എല്ലാ പരീക്ഷകൾക്കും പഠിക്കാനുണ്ട് ഈ ചാപ്റ്റർ. കുറച്ച് ബുദ്ധിമുട്ടാണ് പൊതുവെ, അല്ലേ? പെർസെൻറ്റേജിൻ്റെ ചേട്ടനായിട്ട് വരും പ്രോഫിറ്റ് ആൻഡ് ലോസ്. കേൾക്കുന്നുണ്ടോ? അപ്പോൾ പെർസെൻറ്റേജ് നല്ല ക്ലിയർ ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ പെർസെൻറ്റേജിൻ്റെ ക്ലാസ് എല്ലാം ഒന്ന് കണ്ട് ഒന്ന് സെറ്റായിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ക്ലാസ്സുകൾ കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ, ക്ലിയർ ആക്കാൻ, നല്ല ക്ലാരിറ്റി വരുത്താൻ അത് ഹെൽപ്ഫുൾ ആകും. ശരി, ഇനി കുറേ ടൈപ്പ് ചോദ്യങ്ങളുണ്ട്. എല്ലാം ശ്രദ്ധിച്ച് പഠിച്ചോണം. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകും എന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാന തലവേദന. ഈ ചാപ്റ്ററിൻ്റെ ചോദ്യങ്ങളെല്ലാം ഒരേപോലെയാണ്. എക്സാമിനൊരു ചോദ്യം കാണുമ്പോൾ ഇത് ഏത് ടൈപ്പാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാതായി പോകും പലപ്പോഴും. അപ്പോൾ അങ്ങനെ ഒരു വലിയ തലവേദനയുള്ള ചാപ്റ്ററാണ്. അതുകൊണ്ട് നന്നായിട്ട് നോട്ട് എഴുതി വൃത്തിയായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പോൾ എൻ്റെ പേര് ജോസ് കാപ്പൻ. എല്ലാവരെയും ഈ വീഡിയോയിലേക്ക്, ക്ലാസ്സിലേക്ക് ഒത്തിരി ഇഷ്ടത്തോടെ, സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ജോസ് കാപ്പൻ എന്ന ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കത് തീരാ നഷ്ടമായി മാറും. അതുകൊണ്ട് ചാനലിൽ ജോയിൻ ചെയ്യുക. JOSCKAPPEN എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ സെർച്ച് ചെയ്താൽ ജോയിൻ ചെയ്യാം. ക്ലാസ്സുകളുടെ അപ്ഡേഷൻസ് ഒക്കെ അവിടെയാണ് കിട്ടുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ, ഇത് കാണാതെ അങ്ങ് പഠിച്ചു വെച്ചേക്കുന്നത്, ഇത് പറയാതെ എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. യെസ്, ഇത് യൂട്യൂബേഴ്സ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട 10 വാക്യങ്ങൾ എന്ന് പറഞ്ഞ് നമുക്കത് പഠിക്കാനുണ്ട്. അതുകൊണ്ട് അത് പഠിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതങ്ങ് പറയാതെ ക്ലാസ് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഒന്നും തോന്നല്ലേ ചേട്ടാ? ശരി മക്കളെ, അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ആദ്യം കുറച്ച് ബേസിക് കാര്യങ്ങൾ പറഞ്ഞു തരാം. ശരി, ഓക്കെ. എന്താ മക്കളെ കോസ്റ്റ് പ്രൈസ്? എന്താ ചേട്ടാ കോസ്റ്റ് പ്രൈസ്? കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സാധനം വാങ്ങുന്ന വില അല്ലെങ്കിൽ അതിൻ്റെ ഒറിജിനൽ വില, അതിനെയാണ് നമ്മൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാങ്ങിയ വിലയാണ്. കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാങ്ങിയ വില. കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ വാങ്ങിയ വിലയാണ്. അപ്പോൾ നമ്മളൊരു സാധനത്തിൻ്റെ ഒറിജിനൽ വില, വാങ്ങിയ വില അല്ലെങ്കിൽ മുടക്ക് മുതൽ, ഇതിനെയൊക്കെ നമുക്ക് കോസ്റ്റ് പ്രൈസ് ആയിട്ട് പറയാം. മുടക്ക് മുതൽ, അല്ലേ? ഒറിജിനൽ വില, ഇതൊക്കെ കോസ്റ്റ് പ്രൈസ് ആണ് കേട്ടോ. മാറിപ്പോവരുത്. എന്താണ് ചേട്ടാ സെല്ലിംഗ് പ്രൈസ്? സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം വിറ്റ വിലയെയാണ് അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഒരു സാധനം വിൽക്കുന്ന വിലയാണ് സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, എന്താണ് ചേട്ടാ മാർക്കറ്റ് പ്രൈസ്? മാർക്കറ്റ് പ്രൈസ്, അപ്പോൾ നിങ്ങൾ പറയും എന്താണ് മാർക്കറ്റ് പ്രൈസിൻ്റെ മലയാളം എന്ന് ചോദിച്ചാൽ നിങ്ങൾ ചാടിക്കയറി പറയും, സാറേ അടയാളപ്പെടുത്തിയിരിക്കുന്ന, മാർക്ക് ചെയ്തിരിക്കുന്ന വില. തെറ്റില്ല. മാർക്കറ്റ് പ്രൈസിൻ്റെ മലയാളം മക്കളെ പരസ്യവില എന്നാണ്. മാർക്കറ്റ് പ്രൈസിൻ്റെ മലയാളം പരസ്യവില എന്നാണ്. അതായത് പരസ്യപ്പെടുത്തിയിരിക്കുന്ന വില പരസ്യവില. അപ്പോൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം വാങ്ങിയ വില, സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം വിറ്റ വില, മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം പരസ്യപ്പെടുത്തിയിരിക്കുന്ന വില. ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവാൻ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാനൊരു കച്ചവടക്കാരനാണെന്ന് വിചാരിക്കുക. എൻ്റെ കടയിൽ ഞാൻ 10 രൂപയ്ക്ക് ഒരു പേന വാങ്ങി വെച്ചു. എന്നിട്ട് എനിക്ക് ലാഭം വേണമല്ലോ. അതുകൊണ്ട് ഞാൻ ആ പേനയിൽ 15 രൂപ എന്ന് വില എഴുതി സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചു. എന്നിട്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ വന്നപ്പോൾ ഞാൻ അവനോട് പറഞ്ഞെടാ, നീ എൻ്റെ കൂട്ടുകാരനല്ലേ, അതുകൊണ്ട് നിന്നോട് ഞാൻ ഇത്രയും വില വാങ്ങിക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് ഞാൻ നിനക്ക് ഡിസ്കൗണ്ട് തരാം, നിനക്കായതുകൊണ്ട് മാത്രം ഞാൻ ഡിസ്കൗണ്ട് തരാം എന്ന് പറഞ്ഞ് അവന് 2 രൂപ കുറച്ച് കൊടുത്തു. 13 രൂപയ്ക്ക് ഞാൻ ആ പേന കച്ചവടം നടത്തി. അപ്പം ഞാൻ പേന വാങ്ങിയത് 10 രൂപയ്ക്ക്, ഞാൻ പേനയിൽ എഴുതി സ്റ്റിക്കർ എഴുതി വെച്ചത് 15 രൂപ എന്ന്. എന്നിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരന് പേന കൊടുത്തത് 13 രൂപയ്ക്ക്, അല്ലേ? അപ്പോൾ കൂട്ടുകാരന് സന്തോഷമായി, എനിക്ക് സന്തോഷമായി. കാരണം എന്താ? എനിക്ക് ഈ കച്ചവടത്തിൽ 3 രൂപയുടെ ലാഭമുണ്ട്. 10 രൂപയ്ക്ക് വാങ്ങിയതാണ് 13 രൂപയ്ക്ക് വിൽക്കാൻ പറ്റി. ശരിയല്ലേ? ആണ്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ചേ, ഈ കച്ചവടത്തിലെ കോസ്റ്റ് പ്രൈസ് എത്രയാ? ഇതാണ് പേനയുടെ കോസ്റ്റ് പ്രൈസ് ആണോ? യെസ്. ഇതാണ് പേനയുടെ സെല്ലിംഗ് പ്രൈസ് അല്ലേ? സോറി, മാർക്കറ്റ് പ്രൈസ് അല്ലേ?
ഇതാണ് പേനയുടെ മാർക്കറ്റ് പ്രൈസ് ആണല്ലോ. ഇതാണ് പേനയുടെ സെല്ലിംഗ് പ്രൈസ്, ശരിയല്ലേ? അപ്പോൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ മുടക്ക് മുതൽ 10 രൂപയാണ്. ഞാൻ പേനയിൽ എഴുതി വെച്ച വില, പരസ്യവില 15 രൂപയാണ്. ഞാൻ ഡിസ്കൗണ്ട് കൊടുത്തത്, അവസാനം വിറ്റത് ഞാൻ 13 രൂപയ്ക്കാണ്, ശരിയല്ലേ? 13 രൂപയ്ക്കാണ് കൊടുത്തത്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് 10, മാർക്കറ്റ് പ്രൈസ് 15, സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 13, അല്ലേ? ഓരോന്നും ഓരോ എമൗണ്ടാണ്. അപ്പോൾ ഓരോന്നും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായി ഇല്ലേ? കോസ്റ്റ് പ്രൈസ് എന്താണെന്ന് മനസ്സിലായി, മാർക്ക് ചെയ്തേക്കുന്ന വില മാർക്കറ്റ് പ്രൈസ് എന്താണെന്ന് മനസ്സിലായി, സെല്ലിംഗ് പ്രൈസ് എന്താണെന്ന് മനസ്സിലായി. ഈ കച്ചവടത്തിൽ ഡിസ്കൗണ്ട് കൊടുത്തത് 2 രൂപയാണ്. 2 രൂപ ആണോ? ഡിസ്കൗണ്ട് കൊടുക്കുന്നത് എപ്പോഴും എവിടെ നിന്നാ? മാർക്കറ്റ് പ്രൈസിൽ നിന്നാണ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത്, ശരിയല്ലേ? അപ്പം മാർക്കറ്റ് പ്രൈസുമായി ബന്ധപ്പെട്ടതാണ് ഡിസ്കൗണ്ട്. അല്ലെങ്കിൽ എനിക്കിങ്ങനെ പറയാം, ഡിസ്കൗണ്ട് കണക്കാക്കുമ്പം ആധാരമാക്കേണ്ടത് മാർക്കറ്റ് പ്രൈസിനെയാണ്. ചേട്ടാ, ഡിസ്കൗണ്ട് കണക്കാക്കുമ്പം ആധാരമാക്കേണ്ടത് മാർക്കറ്റ് പ്രൈസിനെയാണ്. ഡിസ്കൗണ്ട് കണക്കാക്കുമ്പം ആധാരമാക്കേണ്ടത് മാർക്കറ്റ് പ്രൈസിനെയാണ്. എപ്പോഴും ഡിസ്കൗണ്ട് കൊടുക്കുന്നത് മാർക്കറ്റ് പ്രൈസിൽ നിന്നാണ്, അല്ലേ? അപ്പം നിങ്ങൾ കോസ്റ്റ് പ്രൈസ് എന്താണെന്ന് നോട്ടിലേക്ക് എഴുതിക്കേ, വാങ്ങിയ വില അല്ലെങ്കിൽ മുടക്ക് മുതൽ. സെല്ലിംഗ് പ്രൈസ് എഴുതിക്കേ, വിറ്റ വില. മാർക്കറ്റ് പ്രൈസ് എഴുതിക്കേ, പരസ്യവില. ഓക്കെ, ഇനി ഈ ഒരു പോയിന്റ് എഴുതി വെച്ച്, ഡിസ്കൗണ്ട് കണക്കാക്കുമ്പോൾ ആധാരമാക്കേണ്ടത് മാർക്കറ്റ് പ്രൈസിനെയാണ്. ഡിസ്കൗണ്ട് എന്ന ടേം മാർക്കറ്റ് പ്രൈസുമായി ബന്ധപ്പെട്ടതാണ്. അതൊന്ന് നോട്ടായിട്ട് എഴുതി വെച്ച്, ഡിസ്കൗണ്ട് കണക്കാക്കുമ്പോൾ ആധാരമാക്കേണ്ടത് മാർക്കറ്റ് പ്രൈസിനെയാണ്. ഡിസ്കൗണ്ട് എന്ന ടേം മാർക്കറ്റ് പ്രൈസുമായി ബന്ധപ്പെട്ടതാണ്. ശരി, അപ്പോൾ ഡിസ്കൗണ്ട് എന്ന് കേട്ടാൽ ഡയറക്റ്റ് ബന്ധം മാർക്കറ്റ് പ്രൈസുമായിട്ടാണ്, വേറെ ആരുമായിട്ടും ഒരു ബന്ധവും ഇല്ല. കേൾക്കുന്നുണ്ടല്ലോ? ശരി, ഇനി ഈ കച്ചവടത്തിൽ മക്കളെ എനിക്ക് ലാഭം 3 രൂപയല്ലേ? ഈ കച്ചവടത്തിലെ ലാഭം കണക്കാക്കിയപ്പം ഞാൻ ആധാരമാക്കിയത് കോസ്റ്റ് പ്രൈസിനെയല്ലേ? കോസ്റ്റ് പ്രൈസിനെ അടിസ്ഥാനപ്പെടുത്തിയല്ലേ ഞാൻ 3 രൂപ ലാഭം ഉണ്ടെന്ന് പറഞ്ഞത്? ആണ്. അപ്പം ലാഭവും നഷ്ടവും കണക്കാക്കുമ്പം നമ്മൾ ആധാരമാക്കേണ്ടത് ആരെയാ? കോസ്റ്റ് പ്രൈസിനെയാണ്. ലാഭവും നഷ്ടവും കണക്കാക്കുമ്പോൾ ആധാരമാക്കേണ്ടത് കോസ്റ്റ് പ്രൈസിനെയാണ്. അപ്പോൾ അടുത്ത പോയിന്റ് എഴുതിക്ക്, ലാഭം എന്ന ടേം അല്ലെങ്കിൽ ലാഭശതമാനവും നഷ്ടശതമാനവും അല്ലെങ്കിൽ ലാഭവും നഷ്ടവും കണക്കാക്കുമ്പോൾ ആധാരമാക്കേണ്ടത് മുടക്ക് മുതൽ കോസ്റ്റ് പ്രൈസിനെയാണ്. അപ്പം ലാഭം നഷ്ടം എന്നത് കോസ്റ്റ് പ്രൈസുമായി ബന്ധപ്പെട്ടതാണ്. എഴുതി വെച്ചോ? എഴുതി. എങ്കിൽ നിങ്ങൾ പറ, ഈ കച്ചവടത്തിലെ എൻ്റെ ലാഭം എത്രയാ മക്കളെ? ഈ കച്ചവടത്തിലെ എൻ്റെ ലാഭം 3 രൂപയാണ്, ആണോ? ഈ കച്ചവടത്തിലെ എൻ്റെ ലാഭ ശതമാനം എത്രയാ? ഈ കച്ചവടത്തിലെ എൻ്റെ ലാഭ ശതമാനം എന്താ? ലാഭവും ലാഭശതമാനവും തമ്മിലുള്ള വ്യത്യാസം. ലാഭം നമുക്കറിയാം 3 രൂപ. എന്താ ലാഭശതമാനം എന്ന് പറഞ്ഞാൽ? ലാഭത്തിനെ ശതമാനത്തിലാക്കി പറയുന്നതാണ് എന്ത്? ലാഭശതമാനം. ലാഭത്തിനെ ശതമാനത്തിലാക്കി പറയുന്നതാണ് ലാഭശതമാനം. ലാഭത്തിനെ ശതമാനത്തിലാക്കി പറയുന്നതാണ് ലാഭശതമാനം, അല്ലെ? കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ, എനിക്ക് കിട്ടിയ ലാഭം ഞാൻ മുടക്കിയ കോസ്റ്റ് പ്രൈസിന്റെ എത്ര ശതമാനം എന്ന് പറയുന്നതാണ് ലാഭശതമാനം. എന്താ ലാഭശതമാനം? എനിക്ക് കിട്ടിയ ലാഭം ഞാൻ മുടക്കിയ കോസ്റ്റ് പ്രൈസിന്റെ എത്ര ശതമാനം എന്ന് പറയുന്നതാണ് ലാഭശതമാനം. ഓക്കെ, അപ്പൊ എങ്ങനെ ഈ ലാഭശതമാനം കാണുന്നേ? ലാഭം ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ലാഭശതമാനം എങ്ങനെ കണ്ടുപിടിക്കും? ലാഭം ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. നിങ്ങളിൽ പലരും ലാഭശതമാനത്തിന്റെ ഇക്വേഷൻ അങ്ങ് കാണാതെ പഠിക്കും. ലാഭശതമാനം ഈക്വൽ ടു ലാഭം ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100, ലാഭം ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. അങ്ങനെ കാണാതെ പഠിക്കുന്നതിനോടൊപ്പം നിങ്ങൾ ഇതിൻ്റെ അർത്ഥവും കൂടി ഒന്ന് മനസ്സിലാക്കി പഠിച്ചേ. ലാഭശതമാനം എന്ന് പറഞ്ഞാൽ ലാഭമായി കിട്ടിയത് കോസ്റ്റ് പ്രൈസിന്റെ എത്ര ശതമാനം എന്ന് നോക്കുന്നതാണ് ലാഭശതമാനം. ഒരാരോ ഇട്ടിട്ട് അതും കൂടെ ഒന്ന് എഴുതി വെച്ച്, ലാഭമായി കിട്ടിയത് ആരുടെ? കോസ്റ്റ് പ്രൈസിന്റെ എത്ര ശതമാനം എന്ന് നോക്കുന്നതാണ് ലാഭശതമാനം. നമ്മൾ പറഞ്ഞു ലാഭവും നഷ്ടവും കണക്കാക്കുമ്പോൾ ആധാരമാക്കേണ്ടത് കോസ്റ്റ് പ്രൈസിനെയല്ലേ? അപ്പൊ ലാഭമായി കിട്ടിയത് കോസ്റ്റ് പ്രൈസിന്റെ എത്ര ശതമാനം എന്ന് നോക്കുന്നതാണ് ലാഭശതമാനം. ലാഭമായി കിട്ടിയത് കോസ്റ്റ് പ്രൈസിന്റെ എത്ര ശതമാനം എന്ന് നോക്കുന്നതാണ് ലാഭശതമാനം. അങ്ങനെ പഠിക്കണം കേട്ടോ. അപ്പൊ അടുത്തത് നഷ്ടശതമാനം. എന്താ നഷ്ടശതമാനം എന്ന് പറഞ്ഞാൽ? നിങ്ങൾ എല്ലാവരും ഇക്വേഷൻ പഠിച്ചു കാണും. നഷ്ടം ഡിവൈഡഡ് ബൈ
കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. നഷ്ടശതമാനത്തിൻ്റെ ഇക്വേഷൻ നഷ്ടം ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. എന്താണ് നഷ്ടശതമാനം എന്ന് പറഞ്ഞാൽ? നഷ്ടമായി പോയത് കോസ്റ്റ് പ്രൈസിൻ്റെ എത്ര ശതമാനം എന്ന് നോക്കുന്നതാണ് നഷ്ടശതമാനം. അപ്പം നഷ്ടമായി പോയത് ആരുടെ? കോസ്റ്റ് പ്രൈസിൻ്റെ എത്ര ശതമാനം നോക്കുന്നതാണ് നഷ്ടശതമാനം. നഷ്ടം ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ക്ലിയർ അല്ലേ? അപ്പം ഇതാണ് കാര്യങ്ങൾ. അപ്പം കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം വാങ്ങിയ വില, സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം വിറ്റ വില, മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം പരസ്യപ്പെടുത്തിയിരിക്കുന്ന വില. ഇനി നമ്മൾ പറഞ്ഞൊരു കാര്യം, ഡിസ്കൗണ്ട് കണക്കാക്കുമ്പോൾ നമ്മൾ ആധാരമാക്കുന്നത് എപ്പോഴും മാർക്കറ്റ് പ്രൈസിനെയാണ്. ഡിസ്കൗണ്ട് എന്നട്ടെ മാർക്കറ്റ് പ്രൈസുമായി ബന്ധപ്പെട്ടതാണ്. ലാഭവും നഷ്ടവും കണക്കാക്കുമ്പോൾ നമ്മൾ ആധാരമാക്കുന്നത് കോസ്റ്റ് പ്രൈസിനെയാണ്. ശരിയാണോ? ഇനി ലാഭ ശതമാനം എന്ന് പറഞ്ഞാൽ ലാഭം ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ആണ്. അതിൻ്റെ അർത്ഥം ലാഭമായി കിട്ടിയത് കോസ്റ്റ് പ്രൈസിൻ്റെ എത്ര ശതമാനം എന്ന് നോക്കുന്നതാണ് ലാഭശതമാനം. നഷ്ടശതമാനം എന്ന് പറഞ്ഞാൽ നഷ്ടം ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ആണ്. നഷ്ടമായത് കോസ്റ്റ് പ്രൈസിൻ്റെ എത്ര ശതമാനം എന്ന് നോക്കുന്നതാണ് നഷ്ടശതമാനം. ഇത്രയും ഓക്കെ ആണോ? പക്കയാണോ മക്കളെ? എങ്കിൽ നമുക്ക് ഇതിൻ്റെ ചോദ്യങ്ങളിലേക്ക് വരാം. ടൈപ്പ് 1 എഴുതിക്കോ. ടൈപ്പ് 1 ക്വസ്റ്റ്യൻ. ടൈപ്പ് 1 ചോദ്യം: 400 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 560 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര? 400 രൂപയ്ക്ക് വാങ്ങിയത് 560 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര? അല്ലേ? 400 രൂപയ്ക്ക് വാങ്ങിയത് 560 രൂപയ്ക്ക് വിറ്റാൽ ലാഭം എത്രയാണെന്ന് നോക്കാം. ലാഭം എന്ന് പറഞ്ഞാൽ 160 രൂപയാണ്. 160 രൂപയാണ്. ചോദിച്ചേക്കുന്ന സാധനം ലാഭശതമാനമാണ്. ലാഭശതമാനം കാണാൻ ലാഭം ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ആണ് ചെയ്യേണ്ടത്. ലാഭം 160, കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 400 ഇൻറ്റു 100 ആണ് കുഞ്ഞുങ്ങളെ നമ്മുടെ ഉത്തരവായിട്ട് വരുന്നത്. ഈ 2 പൂജ്യവും ഈ 2 പൂജ്യവും വെട്ടിപ്പോയി. 160/4 നമ്മുടെ ആൻസർ 40% എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഈ കച്ചവടത്തിലെ ലാഭം 160 രൂപയും ലാഭശതമാനം 40% ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 700 രൂപയ്ക്ക് വാങ്ങിയ ഒരു ഷർട്ട് 714 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര? ആദ്യം നമുക്ക് ലാഭം എത്രയാണെന്ന് നോക്കാം. ലാഭം 14 രൂപയാണ് അല്ലേ? നമുക്ക് വേണ്ട സാധനം ലാഭശതമാനമല്ലേ മക്കളെ? ലാഭശതമാനം കാണാൻ ലാഭം ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ചെയ്യണം. ലാഭം 14, കോസ്റ്റ് പ്രൈസ് 700 ഇൻറ്റു 100 ആണോ? ഈ 2 പൂജ്യവും ഈ 2 പൂജ്യവും വെട്ടിപ്പോയി. ആൻസർ 2% എന്ന് കിട്ടും അല്ലേ? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. സിമ്പിൾ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ദേ പിടിച്ചോ. അടുത്ത ചോദ്യം: 2600 രൂപയ്ക്ക് വാങ്ങിയ ഒരു ഫോൺ 3380 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര? 2600 വാങ്ങിയതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വിറ്റത് 3380 രൂപയ്ക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ലാഭശതമാനം കാണണം. ആദ്യം ലാഭം എത്രയാണെന്ന് നോക്കാം. ലാഭം 780 രൂപയാണ്. അതായത് കോസ്റ്റ് പ്രൈസിൻ്റെയും സെല്ലിംഗ് പ്രൈസിൻ്റെയും ഡിഫറൻസ്. നമുക്ക് വേണ്ടത് ലാഭശതമാനമാണ്. ലാഭശതമാനം കാണാൻ മക്കളെ ലാഭം ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. 780 ബൈ കോസ്റ്റ് പ്രൈസ് 2600 ഇൻറ്റു 100. ശരിയാണോ? നമുക്കറിയാം ഈ 2 പൂജ്യവും ഈ 2 പൂജ്യവും വെട്ടിപ്പോയി. ഇതും കൂടെ വെട്ടിപ്പോയി. 3 തവണയാണ് 30% എന്ന് നമുക്ക് ഉത്തരം കിട്ടും. 30%. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരം. നെക്സ്റ്റ് വൺ: 600 രൂപയ്ക്ക് വാങ്ങിയ കാൽക്കുലേറ്റർ. ഓക്കെ. ചോദ്യം അതല്ല, ചോദ്യം ഇതാണ് മക്കളെ. 600 രൂപയ്ക്ക് വാങ്ങിയ കാൽക്കുലേറ്റർ
528 രൂപയ്ക്ക് വിറ്റാൽ നഷ്ടശതമാനം എത്ര? ആദ്യം നഷ്ടം എത്രയാണെന്ന് നോക്കാം. എനിക്കറിയാം 600-ഉം 528-ഉം തമ്മിലുള്ള വ്യത്യാസമാണ് നഷ്ടം. അതായത് 72 രൂപയുടെ നഷ്ടമാണ്. ആണോ? നഷ്ടമാണ് 72 രൂപ. നമുക്ക് വേണ്ടത് നഷ്ടശതമാനമാണ് അല്ലേ? നഷ്ടശതമാനം കാണാൻ നഷ്ടം ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ചെയ്യണം. നഷ്ടം 72, കോസ്റ്റ് പ്രൈസ് 600 ആണോ? ഇൻറ്റു 100. 72/600 ഇൻറ്റു 100 ആണ് ഉത്തരം. ഈ 2 പൂജ്യവും ഈ 2 പൂജ്യവും വെട്ടിപ്പോയി. ആൻസർ 12%. 72/6 12% നഷ്ടമാണ് കച്ചവടത്തിൽ എന്ന് കിട്ടും. മുന്നോട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 4500 രൂപയ്ക്ക് വാങ്ങിയ കസേര 3870 രൂപയ്ക്ക് വിറ്റാൽ 4500-ന് വാങ്ങിയത് 3870 രൂപയ്ക്ക് വിറ്റാൽ നഷ്ടശതമാനം എത്ര എന്നതാണ് ചോദ്യം. അപ്പം ആദ്യം നമുക്ക് നഷ്ടം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇതിൻ്റെ ഡിഫറൻസ് എത്രയാണോ അതാണ് നഷ്ടം. ഡിഫറൻസ് 630 രൂപയാണ്. അപ്പം നഷ്ടം 630 രൂപയാണ്. നമുക്ക് വേണ്ടത് നഷ്ടശതമാനമാണ്. ആണോ മക്കളെ? നഷ്ടശതമാനം കാണാൻ നഷ്ടം ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. നഷ്ടം 630, കോസ്റ്റ് പ്രൈസ് 4500 ആണോ? ഇൻറ്റു 100 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഈ 2 പൂജ്യവും ഈ 2 പൂജ്യവും വെട്ടിക്കളഞ്ഞു. 45-ഉം 63-ഉം 9 വെച്ച് വെട്ടാം. 9×5 45, 9×7 63, 70 വരും. 70/5 നമ്മുടെ ആൻസർ 14, അതായത് 14% എന്ന് കിട്ടും. ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ബാഗ് 400 രൂപയ്ക്ക് വിറ്റപ്പോൾ, അപ്പം വിറ്റ വിലയാണ് 400, സെല്ലിംഗ് പ്രൈസ് ആണ്. 100 രൂപ നഷ്ടമായിരുന്നു. അപ്പം നഷ്ടം, ലോസ് എന്ന് പറയുന്നതാണ് 100 രൂപ. നഷ്ടം 100 രൂപയാണ്. നഷ്ടം 100 രൂപയാണ്. ശരിയാണോ? 400 രൂപയ്ക്ക് വിറ്റപ്പോൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിറ്റ വിലയാണ് 400. അപ്പോൾ 100 രൂപ നഷ്ടം വന്നു എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് 500 രൂപയാണ് എന്ന് മനസ്സിലാക്കാം. നമ്മൾ എഴുതിയത് മനസ്സിലായോ? 400 രൂപയ്ക്ക് വിറ്റപ്പോൾ 100 രൂപ നഷ്ടം വന്നെന്നല്ലേ? 400 രൂപയ്ക്ക് വിറ്റു എന്ന് പറഞ്ഞാൽ അത് സെല്ലിംഗ് പ്രൈസ് ആണ്. 100 രൂപ നഷ്ടം വന്നു എന്ന് പറഞ്ഞാൽ 400 + 100 500 രൂപയായിരുന്നു അതിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്നർത്ഥം. ആണോ? കണ്ടുപിടിക്കേണ്ട സാധനം നഷ്ടശതമാനമല്ലേ? നഷ്ടശതമാനം കാണാൻ നഷ്ടം ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 അല്ലേ ചെയ്യേണ്ടേ? നഷ്ടം നമുക്കറിയാം 100, കോസ്റ്റ് പ്രൈസ് നമുക്കറിയാം 500 ആണോ? ഇൻറ്റു 100 നമ്മുടെ ഉത്തരവായിട്ട് വരും. ശരിയല്ലേ? ഇതും വെട്ടിപ്പോയി 5, 100/5 നമ്മുടെ ആൻസർ 20% എന്ന് കിട്ടും. 20%. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരം. ചെയ്തത് പക്കയാണോ? സെല്ലിംഗ് പ്രൈസ് 400 രൂപയ്ക്ക് വിറ്റപ്പോൾ എന്നാണ്. ഒരു ഭാഗം 400 രൂപയ്ക്ക് വിറ്റപ്പോൾ എന്നാണ്. അപ്പോൾ വിറ്റ വിലയാണ് 400. 100 രൂപ നഷ്ടമായെന്നാണ് പറഞ്ഞേക്കുന്നത്. 100 രൂപ നഷ്ടമായെന്ന് പറഞ്ഞാൽ നമുക്കറിയാം 400 + 100 500 ആയിരുന്നു കോസ്റ്റ് പ്രൈസ്. അതാണ് 400 രൂപയ്ക്ക് വിറ്റപ്പം 100 നഷ്ടമാകാൻ കാരണം അല്ലേ? കോസ്റ്റ് പ്രൈസ് 500. നഷ്ടശതമാനം കാണാൻ നഷ്ടം ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. നഷ്ടം 100 ആണ്, കോസ്റ്റ് പ്രൈസ് 500 ആണ്, ഇൻറ്റു 100. ആൻസർ 20% എന്നാണ് കിട്ടുന്നത്. നല്ല ചോദ്യമാണ്. ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ നമ്മൾ തെറ്റിച്ച് കളയുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, അടുത്ത ചോദ്യം. മനു 45,200 രൂപയ്ക്ക് ഒരു പഴയ ബൈക്ക് വാങ്ങി. 2800 രൂപ മുടക്കി അത് നന്നാക്കി. ശേഷം 46,800 രൂപയ്ക്ക് അത് വിറ്റു. ഇങ്ങനെ ഒരു കച്ചവടം നടത്തിയാൽ അയാൾക്ക് ലാഭമാണോ നഷ്ടമാണോ, അത് എത്ര ശതമാനം എന്നതാണ് ചോദ്യം.
അപ്പം 45,200 രൂപയ്ക്കാണ് ബൈക്ക് വാങ്ങിയത്. 2,800 മുടക്കി അത് നന്നാക്കി. അങ്ങനെയാകുമ്പം നമുക്കൊരു കാര്യം മനസ്സിലാകും, 48,000 രൂപ മുടക്കായി. 45,200 വാങ്ങി 2,800 മുടക്കി നന്നാക്കിയാൽ 48,000 മുടക്കായി. 48,000 മുടക്കായ ബൈക്ക് 46,800 വിറ്റു. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, നഷ്ടമാണ് ഇതിൻ്റെ ഡിഫറൻസ്. അതായത് 1,200 രൂപയുടെ നഷ്ടമാണ്. നഷ്ടം എത്ര രൂപയാണെന്നല്ല ചോദ്യം, നഷ്ടം എത്ര ശതമാനമാണെന്നാണ്. അപ്പം കണ്ടുപിടിക്കേണ്ട സാധനം നഷ്ടശതമാനമാണ്. ആണോ മക്കളെ? നഷ്ടശതമാനം കാണാൻ നഷ്ടം ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ഇക്വേഷൻ. നഷ്ടം 1,200, കോസ്റ്റ് പ്രൈസ് 48,000 ആണ്. ബൈക്കിൻ്റെ പുറകെ പോയത് കൊണ്ടുണ്ടായ മുടക്ക് 48,000 ഇൻറ്റു 100 നമ്മുടെ ഉത്തരവായിട്ട് വരുന്നത്. യെസ്, ഈ 1,200 ഈ 4,800 കൂടെ വെട്ടിക്കളഞ്ഞു. ഇത് 4 തവണ 0,40, 12 ഇൻറ്റു 4 48. അപ്പോൾ 1,200 ഇൻറ്റു 4 4,800. 0 ഇറക്കി എഴുതി 40. 100/40 എന്ന് വരുമ്പോൾ ഈ 0 വെട്ടിക്കളഞ്ഞു. 10/4 2.5 വരും. ആണോ? ആൻസർ 2.5% നഷ്ടം എന്നാണ് കിട്ടുന്നത്. ചെയ്ത് ക്ലിയർ ആണോ? അപ്പം നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 45,200 കാര്യം പറഞ്ഞ ബൈക്ക് വാങ്ങിയത് 2,800 രൂപ അത് നന്നാക്കാൻ ചിലവായി. അതുകൊണ്ട് ബൈക്ക് വാങ്ങിയത് കൊണ്ട് ചിലവായതായി 48,000. അത് അതിൻ്റെ മുടക്ക് മുതലിൽ കോസ്റ്റ് പ്രൈസിൽ ഉൾപ്പെടുത്തിയേ കച്ചവടം നടത്താവുള്ളൂ. അപ്പം ഈ ഒരു സാധനം വാങ്ങാൻ പോകുന്ന വഴിക്കുണ്ടായ ചിലവുകളെല്ലാം അതിൻ്റെ കോസ്റ്റ് പ്രൈസിൽ മുടക്ക് മുതലിൽ ഉൾപ്പെടുത്തിക്കണം. ഇവിടെ മുടക്ക് മുതലായിട്ട് എടുക്കേണ്ടത് 48,000 ആണ്. നഷ്ടം 1,200. ആ 1,200 നഷ്ടം 48,000 മുടക്ക് മുതലിൻ്റെ എത്ര ശതമാനം എന്ന് നോക്കിയാൽ നഷ്ടശതമാനം കിട്ടും. നഷ്ടം ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 വെട്ടിക്കളയുമ്പോൾ 2.5% എന്ന് കിട്ടും. റെഡിയല്ലേ? നെക്സ്റ്റ് മക്കളെ, ഒരു ഉൽപ്പന്നം 5% ലാഭത്തിൽ വിൽക്കുന്നു. ഓക്കെ, അപ്പോൾ 100 രൂപയുടെ സാധനമാണെങ്കിൽ 5% ലാഭത്തിൽ വിൽക്കുക എന്ന് പറഞ്ഞാൽ 105 രൂപയ്ക്ക് വിൽക്കുക എന്നല്ലേ അർത്ഥം? 100 രൂപയുടെ സാധനമാണെങ്കിൽ 5% ലാഭത്തിൽ വിൽക്കുക എന്ന് പറഞ്ഞാൽ 105 രൂപയ്ക്ക് വിൽക്കുക. എങ്കിൽ വിറ്റ വിലയും വാങ്ങിയ വിലയും തമ്മിലുള്ള അംശബന്ധം എത്ര? വിറ്റ വിലയും വാങ്ങിയ വിലയും തമ്മിലുള്ള അംശബന്ധം കാണാൻ 105:100 ചെയ്താൽ പോരെ? 5 വെച്ച് വെട്ടിക്കളയുമ്പം 21:20 എന്ന് വരും. 21:20. 21:20 ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഒരു ഉൽപ്പന്നം 5% ലാഭത്തിൽ വിൽക്കുന്നു എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പം 100 രൂപയുടെ സാധനമാണെങ്കിൽ 5% ലാഭം കിട്ടാൻ 105 രൂപയ്ക്ക് വിൽക്കണം. വിറ്റ വിലയും വാങ്ങിയ വിലയും തമ്മിലുള്ള അംശബന്ധം ചോദിച്ചാൽ 105:100 അല്ലേ? രണ്ടും 5 വെച്ച് വെട്ടിക്കളഞ്ഞാൽ 21:20 എന്ന് കിട്ടും. ചെയ്തത് പക്കയാണോ? നന്നായിട്ട് മനസ്സിലായോ? എങ്കിൽ നെക്സ്റ്റ് വൺ മക്കളെ, ഒരാൾ ഈ ചോദ്യത്തിന് ഒരു സ്റ്റാർ കൊടുത്തേരെ, ഇത് സംതിങ് സ്പെഷ്യലാണേ. ഓക്കെ, ഒരാൾ 112 രൂപയ്ക്ക് ഒരു ബുക്ക് വാങ്ങി 140 രൂപയ്ക്ക് വിൽക്കുന്നു. ഇയാൾ ഇത്തരത്തിൽ 128 ബുക്കുകൾ വിറ്റാൽ മൊത്തം കച്ചവടത്തിലെ അയാളുടെ ലാഭശതമാനം എത്ര? ആണോ? ഒരാൾ 112 രൂപയ്ക്ക് ഒരു ബുക്ക് വാങ്ങി അയാൾ 140 രൂപയ്ക്ക് അത് വിൽക്കുന്നു. 112 രൂപയ്ക്ക് ഒരു ബുക്ക് വാങ്ങി 140 രൂപയ്ക്ക് അയാൾ അത് വിൽക്കുന്നു. ഇയാൾ ഇത്തരത്തിൽ 128 ബുക്കുകൾ ആകെ വിറ്റു. എങ്കിൽ മൊത്തം കച്ചവടത്തിലെ അയാളുടെ ലാഭം എത്ര ശതമാനം? നമുക്കൊരു പണി ചെയ്യാം. ഒരു ബുക്ക് വിൽക്കുമ്പോഴുള്ള ലാഭശതമാനം കാണാം. മക്കളെ, ഒരു ബുക്ക് വിൽക്കുമ്പം ലാഭം എത്രയാണ്? ഒരു ബുക്ക് വിൽക്കുമ്പോഴുള്ള ലാഭം 140 - 112 28 രൂപയുടെ ലാഭമാണ് ഒരു ബുക്ക് വിൽക്കുമ്പോൾ ഉള്ളത്. ഒരു സംശയമില്ലല്ലോ. ഒരു ബുക്ക് വിൽക്കുമ്പോൾ 28 രൂപ ലാഭം. ശരി, ഒരു ബുക്ക് വിൽക്കുമ്പോൾ ഉള്ള ലാഭശതമാനം എത്രയാണ്? ഒരു ബുക്ക് വിൽക്കുമ്പോൾ ഉള്ള ലാഭശതമാനം കണ്ടുപിടിക്കാം. ലാഭം ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. 28/112 × 100. ശരിയാണല്ലോ? വെട്ടിക്കളയാലോ? ഇതും കൂടെ വെട്ടിക്കളഞ്ഞു മക്കളെ.
4 തവണയാണ് 100/4 25% എന്ന് കിട്ടും അല്ലേ. അപ്പം എനിക്ക് മനസ്സിലായ കാര്യം എന്താ? എനിക്ക് മനസ്സിലായി ഒരു ബുക്ക് വിൽക്കുമ്പം 28 രൂപയാണ് ലാഭം. ഒരു ബുക്ക് വിൽക്കുമ്പം 25% ലാഭശതമാനം. ഇനി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക, ഒരെണ്ണം വിൽക്കുമ്പോൾ ലഭിക്കുന്ന ലാഭശതമാനമാണ് ഇത്തരത്തിൽ എത്ര എണ്ണം വിറ്റാലും ലഭിക്കുന്നത്. ഒരെണ്ണം വിൽക്കുമ്പോൾ ലഭിക്കുന്ന ലാഭശതമാനം തന്നെയാണ് ഇത്തരത്തിൽ എത്ര എണ്ണം വിറ്റാലും കിട്ടുന്നത്. ഒരു ബുക്ക് വിൽക്കുമ്പം 25% ലാഭം ഉണ്ടെങ്കിൽ അങ്ങനെ 128 ബുക്ക് വിറ്റാലും ഓവറോൾ കച്ചവടത്തിലെ ലാഭശതമാനം 25% തന്നെയായിരിക്കും. അപ്പം അത് നോട്ടിൻ്റെ സൈഡിലേക്കൊന്ന് എഴുതി വെച്ചേ. ഒരെണ്ണം വിൽക്കുമ്പോൾ ലഭിക്കുന്ന ലാഭശതമാനം തന്നെയാണ് അത്തരത്തിൽ എത്ര എണ്ണം വിറ്റാലും ലഭിക്കുന്നത്. ഒരെണ്ണം വിൽക്കുമ്പോൾ ലഭിക്കുന്ന ലാഭശതമാനം തന്നെയാണ് അത്തരത്തിൽ എത്ര എണ്ണം വിറ്റാലും ലഭിക്കുന്നത്. അപ്പം ഈ കണക്ക് ബാക്കി ചെയ്യണ്ട. ആൻസർ 25. ഒരെണ്ണം വിൽക്കുമ്പോൾ 25% ലാഭം. അപ്പം 122 എണ്ണം വിറ്റാൽ മൊത്തം കച്ചവടത്തിൽ 25% ലാഭം കേട്ടോ. ലാഭശതമാനമാണ് മാറാത്തത്. ലാഭം കൂടും. ഒരെണ്ണം വിറ്റാൽ 28 രൂപ ലാഭം, 2 എണ്ണം വിറ്റാൽ 56 രൂപ ലാഭം, 3 എണ്ണം വിറ്റാൽ 28 × 3 84 രൂപ ലാഭം, 4 എണ്ണം വിറ്റാൽ 28 × 4 112 രൂപ ലാഭം. അപ്പോൾ ഒരെണ്ണം വിൽക്കുമ്പം 28 രൂപ ലാഭം, ലാഭശതമാനം 25 തന്നെ. 2 എണ്ണം വിറ്റാൽ 56 രൂപ ലാഭം, ലാഭശതമാനം 25 തന്നെ. 3 എണ്ണം വിറ്റാൽ 84 രൂപ ലാഭം, ലാഭശതമാനം 25 തന്നെ. 4 എണ്ണം വിറ്റാൽ 112 രൂപ ലാഭം, അപ്പോഴും ലാഭശതമാനം 25 തന്നെ. അപ്പോൾ ഓർക്കുക, ഒരെണ്ണം വിൽക്കുമ്പോൾ ലഭിക്കുന്ന ലാഭശതമാനം തന്നെയാണ് അത്തരത്തിൽ എത്ര എണ്ണം വിറ്റാലും നമുക്ക് ലഭിക്കുന്നത് എന്ന കൺസെപ്റ്റ് മറക്കണ്ട. ഇനി അതൊന്ന് എഴുതി വെച്ചു നിങ്ങൾ. ഇനി നിങ്ങൾ ഈ കണക്ക് നോർമലി ചെയ്താലും നമുക്ക് ഉത്തരം കിട്ടും. നിങ്ങൾ ഗുണിക്കാൻ പോകുന്നതുകൊണ്ടാണ് പ്രശ്നം. നമുക്ക് നോർമലായിട്ട് ഈ കണക്കൊന്ന് ചെയ്യാം. യെസ്, ഇത് ഞാനങ്ങ് മായ്ക്കുവാണേ. നോർമലായിട്ടൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ ആകെ ലാഭം എത്രയാണ്? ആകെ ലാഭം മക്കളെ, ആകെ ലാഭം എന്ന് പറഞ്ഞാൽ ഒരെണ്ണം വിൽക്കുമ്പോൾ 28 രൂപ ലാഭമല്ലേ. അപ്പോൾ ആകെ ലാഭം 28 രൂപ × 112 അല്ലേ. അങ്ങനെ 112 അല്ലല്ലോ, 128 അല്ലേ. 128 ഇതല്ലേ ആകെ ലാഭം. ഒരെണ്ണം വിൽക്കുമ്പോൾ 28 രൂപ ലാഭം. അങ്ങനെ 128 എണ്ണം വിറ്റാൽ 28 × 128. ആകെ ലാഭം 28 × 128. ശരി, ആകെ കോസ്റ്റ് പ്രൈസ് വാങ്ങിയ വില എത്രയാണ്? ആകെ മുടക്ക് മുതൽ ഒരെണ്ണത്തിൻ്റെ 112 രൂപ. അങ്ങനെ എത്ര എണ്ണം ഉണ്ട്? 128 എണ്ണം ഉണ്ട്. അപ്പോൾ ആകെ കോസ്റ്റ് പ്രൈസ് 112 × 128 ആണോ? ഒരെണ്ണത്തിൻ്റെ ലാഭം 28. അങ്ങനെ 128 എണ്ണം ആകുമ്പം 28 × 128 ലാഭം. ഇതാണ് ആകെ ലാഭം. ഞാനത് ഗുണിച്ചില്ല, അങ്ങനെ ഇട്ടു. ഒരെണ്ണത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് 112. അപ്പം 128 എണ്ണത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് 112 × 128. ഇനി ആകെ ലാഭശതമാനം കണ്ടുപിടിക്കാം. ആകെ ലാഭശതമാനം കാണാൻ ആകെ ലാഭം 28 × 128, ആകെ കോസ്റ്റ് പ്രൈസ് 112 × 128 × 100 കിട്ടും. ശരിയല്ലേ? എന്ത് സംഭവിക്കും മക്കളെ? ഇതും വെട്ടിപ്പോയില്ലേ? അപ്പം നമ്മൾ മുമ്പേ ചെയ്ത അതേ സ്റ്റെപ്പ് വന്നില്ലേ? 28/112 × 100 വന്നില്ലേ? കണ്ടോ? ഇതിൻ്റെ ആൻസർ എത്ര തന്നെ? 25% തന്നെ. കണ്ടോ? അപ്പം നിങ്ങൾ ഇത് ഗുണിച്ച് ഇതും ഗുണിച്ച് എഴുതാൻ പോകുമ്പോഴാണ് കാൽക്കുലേഷൻ അങ്ങ് ലെങ്തി ആയിട്ട് പോകുന്നത്. അങ്ങനെ തന്നെ എഴുതിയാൽ ഇവിടെ വരുമ്പോൾ അതങ്ങ് വെട്ടിപ്പൊക്കോളൂ. പറഞ്ഞത് മനസ്സിലായോ മക്കളെ? അപ്പോൾ ഇതാണ് നമ്മുടെ ടൈപ്പ് 1 ചോദ്യങ്ങളും പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഇൻട്രഡക്ഷൻ ക്ലാസ്. എന്താണ് കോസ്റ്റ് പ്രൈസ്, എന്താണ് സെല്ലിംഗ് പ്രൈസ്, എന്താണ് മാർക്കറ്റ് പ്രൈസ് എന്ന് മനസ്സിലായി. ഡിസ്കൗണ്ട് കണക്കാക്കുമ്പം മാർക്കറ്റ് പ്രൈസിനെ മാത്രമേ നമ്മൾ ആധാരമാക്കാവുള്ളൂ. ഡിസ്കൗണ്ട് കണക്കാക്കുമ്പോൾ ആധാരമാക്കേണ്ടത് മാർക്കറ്റ് പ്രൈസ് ആണ് എന്ന് നമുക്കറിയാം. ലാഭവും നഷ്ടവും കണക്കാക്കുമ്പോൾ ആധാരമാക്കേണ്ടത് കോസ്റ്റ് പ്രൈസ് ആണ് എന്ന് നമുക്കറിയാം. ശരിയാണോ?
ഇനി ലാഭശതമാനം എന്ന് പറഞ്ഞാൽ ലാഭം ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ആണ്. നഷ്ടശതമാനം എന്ന് പറഞ്ഞാൽ നഷ്ടം ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ആണ്. ശരിയല്ലേ? ലാഭശതമാനവും നഷ്ടശതമാനവും ഒക്കെ നമ്മൾ കാണാൻ പഠിച്ചു, മനസ്സിലാക്കി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോയിൽ കാണാം. അപ്പോഴത്തേക്കും നന്നായിട്ട് നോട്ട് എഴുതി വൃത്തിയായിട്ട് പഠിക്കുക. കൂടുതൽ സമയം കിട്ടിയാൽ പഴയ നോട്ടുകൾ റിവിഷൻ ചെയ്യാൻ ആ സമയങ്ങൾ ഉപയോഗിക്കുക. ഓക്കെ മക്കളെ, താങ്ക് യു, ടാറ്റാ.